പെൻസിൽവേനിയയിലെ ആ തെരഞ്ഞെടുപ്പ് വേദിയിൽ മുഷ്ടി ചുരുട്ടി ആക്രോശിച്ചു നിന്ന ഡൊണാൾഡ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ വലതു ചെവിയിലൂടെ ഒലിച്ചിറങ്ങിയ രക്തത്തിന്റെയും ദൃശ്യം ലോകം അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. ആ സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപേയാണ് വാഷിംഗ്ടണിലെ മറ്റൊരു പ്രമുഖ വേദിയും ഇപ്പോൾ ഭീതിയുടെ നിഴലിലായിരിക്കുന്നത്. അമേരിക്കയുടെ ഹൃദയഭാഗമായ വാഷിംഗ്ടണിൽ പ്രസിഡന്റും രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള മാധ്യമപ്രവർത്തകരും ഭരണകൂടത്തിലെ ഉന്നതരും പങ്കെടുത്ത വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ അത്താഴ വിരുന്നിനിടെ ഉണ്ടായ വെടിവയ്പ് വെറുമൊരു അപ്രതീക്ഷിത സംഭവമായി കാണാൻ കഴിയില്ല. അതിശക്തമായ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് അതീവ രഹസ്യ സ്വഭാവമുള്ള വേദിക്കുള്ളിൽ തോക്കേന്തിയവർക്ക് എത്താൻ കഴിയുന്നുവെങ്കിൽ അത് അമേരിക്കൻ സുരക്ഷാ ഏജൻസികളുടെ പരാജയം മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ തന്നെ തകർച്ചയുടെ സൂചനയായാണ് നിരീക്ഷകർ കാണുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തെയും മാധ്യമലോകത്തെയും ഒരുമിച്ച് കൂട്ടുന്ന പ്രതീകാത്മക വേദിയായാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത്. സാധാരണയായി തമാശകളും രാഷ്ട്രീയ പരിഹാസങ്ങളും നയപരമായ പരാമർശങ്ങളും സൗഹൃദപരമായ സംഭാഷണങ്ങളും നിറഞ്ഞ ഒരു വേദിയാണിത്. എന്നാൽ ഇത്തവണ ആഘോഷവേദി ഏതാനും നിമിഷങ്ങൾക്കകം ഭീതിയുടെയും അരാജകത്വത്തിന്റെയും കേന്ദ്രമായി മാറി. വെടിയൊച്ച ഉയർന്നതോടെ ആളുകൾ മേശകൾക്കടിയിൽ അഭയം തേടി. സുരക്ഷാ അലാറങ്ങൾ മുഴങ്ങി. സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ പ്രസിഡന്റ് ട്രംപ് പ്രഥമ വനിത മെലാനിയ ട്രംപ്, വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് എന്നിവരെ അതിവേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഒരു നിമിഷം മുമ്പ് ചിരിയിലാഴ്ന്നിരുന്ന ഹാളിനടുത്ത നിമിഷം ഭീതിയിൽ വിറങ്ങലിച്ച വേദിയായി മാറുകയായിരുന്നു. സംഭവത്തിനു പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ട്രംപ് ആക്രമിയെ ഒറ്റ ചെന്നായി എന്നാണ് വിശേഷിപ്പിച്ചത്. വലിയ ഗൂഢാലോചനാ ശൃംഖലകളോ ഭീകര സംഘടനകളോ ഇല്ലാതെ വ്യക്തിപരമായ നിലയിൽ പ്രവർത്തിച്ച ഒരാളാണെന്ന് സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണിത്. ആക്രമിച്ചയാളെ പിടികൂടിയതായും ഇയാൾ കാലിഫോർണിയയിൽ നിന്നുള്ള ആളാണെന്നും ഇയാളുടെ അപ്പാർട്ട്മെന്റ് പരിശോധിച്ചു വരികയാണെന്നും ട്രംപ് അറിയിച്ചു. അയാളൊരു രോഗിയാണ് എന്ന പരാമർശവും അദ്ദേഹം നടത്തി. അതോടൊപ്പം ഇറാന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തനിക്കറിയില്ല എന്നും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ താൻ അങ്ങനെ കരുതുന്നില്ല എന്നും ട്രംപ് പറയുകയുണ്ടായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കടുത്ത സംഘർഷ സാഹചര്യത്തിൽ ഈ പ്രതികരണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വിദേശ ശക്തികളുടെ ഇടപെടൽ എന്ന നറേറ്റീവ് ഉടൻ ശക്തമാകാതിരിക്കാനാണോ ട്രംപ് ശ്രമിച്ചതെന്ന ചർച്ചകളും ഇതോടെ ഉയർന്നു. ആക്രമിക്കാൻ വന്നയാൾ സുരക്ഷാ ചെക്ക് പോയിന്റ് മറികടന്ന് ഒന്നിലധികം ആയുധങ്ങളുമായി മുന്നേറിയതായാണ് ട്രംപ് വിശദീകരിച്ചത്. ഈയൊരു സംഭവങ്ങൾക്ക് പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ട്രംപ് ഇറാനിലെ യുദ്ധം ജയിക്കുന്നതിൽ നിന്ന് ഇതെന്നെ തടയില്ല എന്ന വാചകം കൂടി എടുത്തു പറയുകയുണ്ടായി. ഈയൊരു വാചകം തന്നെ സംഭവത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല, മറ്റൊരു സാഹചര്യത്തിൽ ഇറാൻ ആണവായുധം കൈക്കലാക്കുന്നത് ലോകം നേരിടുന്ന മറ്റേതൊരു ഭീഷണിയേക്കാളും ഭീകരമായിരിക്കുമെന്നും കേവലം ആയുധം നിർമ്മിക്കുക മാത്രമല്ല, അത് പ്രയോഗിക്കാൻ പോലും അവർ മടിക്കില്ലെന്ന് തനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും എന്ന ട്രംപിന്റെ വാക്കുകൾ വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് അമേരിക്കയുടെ ഉള്ളിലെ യഥാർത്ഥ ഭയത്തെ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. ഇറാൻ തങ്ങളുടെ ആയുധം ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ വൈറ്റ് ഹൌസ് വൃത്തങ്ങളിൽ പടരുന്നത് കടുത്ത ആശങ്കയാണ്. ഇറാന്റെ സൈനിക മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കാൻ ലോകശക്തിയായ അമേരിക്ക പോലും ഇന്ന് വിയർക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ വിമർശകർ പറയുന്നത് വേറെയാണ്. ശക്തനായ നേതാവെന്ന പ്രതിച്ഛായ ഉറപ്പിക്കാൻ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് സഹായകരമാകാം. പക്ഷേ സുരക്ഷാ വീഴ്ചകളെ രാഷ്ട്രീയ സന്ദേശങ്ങളാൽ മറയ്ക്കാനാവില്ല. ഇതെല്ലാം നടക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ വിദേശനയവും സമാനമായി കലുഷിതമാണ്. ഇറാനുമായി സംഘർഷം രൂക്ഷമാകുന്നു. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ ദുർബലമാവുകയാണ്. സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാനിലേക്ക് പോകാനിരുന്ന അമേരിക്കൻ പ്രതിനിധികളുടെ യാത്ര ട്രംപ് റദ്ദാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരുടെ യാത്ര റദ്ദാക്കിയത് തന്നെ നയതന്ത്ര ചർച്ചകളിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം സൂചിപ്പിക്കുന്നു. അമേരിക്കയ്ക്ക് പുറത്തുള്ള യുദ്ധസമ്മർദ്ദവും രാജ്യത്തിനുള്ളിലെ രാഷ്ട്രീയ അസ്ഥിരതയും ഒരേ സമയം വൈറ്റ് ഹൌസിനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. മാധ്യമലോകത്തിനും ഈ സംഭവം ശക്തമായ മുന്നറിയിപ്പാണ്. ഭരണകൂടവും മാധ്യമങ്ങളും ഒരേ വേദിയിൽ കൂടിച്ചേരുന്ന ചടങ്ങിലാണ് വെടിവയ്പുണ്ടായത്. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണമാണെങ്കിലും സംവാദവേദികൾ തന്നെ ഭീതിയുടെ വേദികളാകുമ്പോൾ
അത് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ ആരോഗ്യത്തിന് നല്ല ലക്ഷണമല്ല. സുരക്ഷാ വളയം ശക്തമാക്കുന്നത് മാത്രം മതിയാകില്ല. അക്രമത്തിലേക്ക് നയിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറണം. അമേരിക്കയിലെ ഈ പുതിയ വെടിവയ്പ് അതിനാൽ ഒരു രാത്രി മാത്രം നിലനിൽക്കുന്ന വാർത്തയല്ല. അത് അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. പുറത്തു യുദ്ധസമ്മർദ്ദമകത്ത് രാഷ്ട്രീയ പിളർപ്പ് നേതാക്കളെതിരായ ആവർത്തിച്ച ഭീഷണികൾ, ജനാധിപത്യ വേദികളിലേക്ക് പോലും കയറിച്ചെല്ലുന്ന അക്രമം, ഇവയെല്ലാം ചേർന്ന് ഒരു വലിയ ചോദ്യമുയർത്തുന്നു. ലോകത്തെ നയിക്കുന്ന രാജ്യം സ്വന്തം അസ്ഥിരതയെ ആദ്യം ജയിക്കേണ്ട ഘട്ടത്തിലേക്കാണോ എത്തിച്ചേർന്നിരിക്കുന്നത്?